ഇന്ന് നാം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം വേസ്റ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേന എല്ലാ മാസവും വീടുകളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷേ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വേസ്റ്റുകൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് സംസ്കരിക്കുന്നത് നമുക്ക് കുറച്ച് പ്രയാസമുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്താണ് നമുക്ക് ഈ ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്ന് പറയുന്ന ഒരു ഫ്ലൈയിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ ലാർവയുടെ ഉപയോഗം നമുക്കുള്ളത്. നമ്മൾ ഈ കാണുന്ന വേസ്റ്റ് മെറ്റീരിയൽ, അത് ഭക്ഷ്യ അവശിഷ്ടങ്ങൾ, അതേപോലെ ഭക്ഷണം പാകം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വേസ്റ്റ്, ഇവ നമ്മൾ ഒരു ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അതിൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈ എന്ന് പറയുന്ന ഒരു ഫ്ലൈ വന്നിട്ട് അതിൽ മുട്ടയിടുകയും അത് ലാർവ രൂപീകരിക്കുകയും ചെയ്യും. ആ ലാർവ ഇതിലുള്ള വേസ്റ്റ് മെറ്റീരിയൽസിനെയൊക്കെ ഡീകമ്പോസ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. അതിനെ നമ്മളൊരു കമ്പോസ്റ്റാക്കി മാറ്റും. അങ്ങനെ ഉണ്ടാക്കി മാറ്റുന്ന കമ്പോസ്റ്റാക്കി മാറ്റും. അതിന് ഒരു ലിക്വിഡ് രൂപത്തിലുള്ള അവശിഷ്ടങ്ങൾ, അതിനെ നമ്മൾ സ്ലറി എന്ന് പറയും. ആ സ്ലറി നമുക്ക് ഈ ഒരു താഴെ കാണുന്ന ടാപ്പ് വഴി നമുക്കത് പുറത്തേക്ക് എടുക്കാനും സാധിക്കും. അപ്പോൾ ഇതുവഴി നമുക്ക് വീട്ടിലുണ്ടാവുന്ന ഭക്ഷ്യ അവശിഷ്ടങ്ങളെ നമുക്കൊരു കമ്പോസ്റ്റാക്കി മാറ്റി അത് നമുക്ക് ചെടികൾക്കും മറ്റും ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അതിൽ നിന്നും കിട്ടുന്ന സ്ലറി നമ്മൾ വെള്ളം കൂട്ടി, അത് 8 മടങ്ങ് വെള്ളമാണ് അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അങ്ങനെ വെള്ളം കൂട്ടി അത് നമുക്ക് ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ സാധിക്കും. ഇങ്ങനെ ഇതിൽ ഉണ്ടാകുന്ന നമുക്ക് കിട്ടുന്നതാണ് ഈ ലാർവ എന്ന് പറയുന്നത്. ബ്ലാക്ക് സോൾജർ ഫ്ലൈ ലാർവ എന്നും ഇതിന് പേരുണ്ട്. ഈ ലാർവ നമ്മൾ ഒരിക്കലും ഒരു അറപ്പ് കൊണ്ട് ഇതിനെ സമീപിക്കേണ്ടതില്ല. കാരണം ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിരിക്കുന്നതാണ് ഈ ലാർവ. ഇത് നമുക്ക് കോഴികൾക്കും അതുപോലെ മറ്റു പൗൾട്രികൾക്കും അതുപോലെ വളർത്തു മത്സ്യങ്ങൾക്കും ഒക്കെ ഇത് ഭക്ഷണമായി കൊടുക്കാൻ സാധിക്കും. വളർത്തു മത്സ്യങ്ങൾ, അതേപോലെ കോഴി, താറാവ്, അതുപോലെ ഫാമുകളിലൊക്കെ ഇതിനെ നമുക്ക് ഭക്ഷണമായി ഉപയോഗിക്കാൻ പറ്റും. അതുവഴി ഭക്ഷ്യ വസ്തുക്കൾക്ക് നമ്മൾ ചിലവാക്കുന്ന പൈസ ഇങ്ങനെ നമുക്ക് കുറച്ച് ലാഭിക്കാനും സാധിക്കും. അപ്പോൾ ഈ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വീട്ടിലുള്ള ചെടികൾക്ക് വളം ഉണ്ടാക്കാനും അതുവഴി വീട്ടിലുള്ള വളർത്തുമൃഗങ്ങൾക്ക്, കോഴി പോലത്തെ വളർത്തുമൃഗങ്ങൾക്ക് ഒരു ഭക്ഷണമാക്കിയും നമുക്ക് ഈ ഒരു വീട്ടിലുള്ള വേസ്റ്റിനെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും ലഭിച്ച ഇങ്ങനെയുള്ള കണ്ടെയ്നർ വഴി നമുക്ക് വേസ്റ്റ് മാനേജ്മെൻറ്റ് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഹരിതകർമ്മസേന വന്ന് കൊണ്ടുപോകുന്നു. ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മാലിന്യങ്ങൾ ഇതുവഴി നമ്മൾ കോഴികൾക്കും വളർത്ത് മത്സ്യങ്ങൾക്കും അതുപോലെ മറ്റ് പൗൾട്രികൾക്കും ഒക്കെ ഭക്ഷണമായി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു 100% സക്സസ് എന്ന് തന്നെ പറയാൻ സാധിക്കും. ഇങ്ങനെ ചെയ്യുന്നത് വഴി യാതൊരു സ്മെല്ലോ മറ്റു കാര്യങ്ങളോ ഉണ്ടാവില്ല. ആകെ ഈ 2 കണ്ടെയ്നർ വെക്കാനുള്ള ഒരു സ്പേസ് മാത്രമാണ് വേണ്ടത്. ഒരു സക്സസ് തന്നെയാണിത്.